എല്ലാവർക്കും നമസ്കാരം. നെഗറ്റീവ് എനർജി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ? ഇത് ഇപ്പോഴും ആളുകൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. മുമ്പ് കണ്ട ആൾക്കാർക്ക് ഇത് ബോറടി ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണമെന്നില്ല, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് എനർജി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി ആദ്യം പറയാം. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് നെഗറ്റീവ് എനർജി ഉണ്ട്. അതിനെപ്പറ്റി ആദ്യം പറയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സോളുകൾ, മരിച്ചുപോയ ആത്മാക്കൾ ഉണ്ട് ഒരു വിഭാഗം. മരിച്ചുപോയ ആത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി മരിക്കുന്ന ആൾക്കാർ നേരെ അവർക്ക് പോവേണ്ടതായ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിനേക്ക് വേണ്ടുന്നതായ ആ സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മളുടെ അറിവ്. അല്ലാതെ മരിക്കുന്ന ആളുകൾ, അപകടത്തിൽ മരിക്കുന്ന ആൾക്കാർ, ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ, ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ 300-400 കൊല്ലമൊക്കെ ജീവിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അത്തരം ആത്മാക്കൾ ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ അബോർഷൻ ചെയ്യപ്പെടുന്ന സോളുകൾ. നമ്മൾ കുറേ ആളുകൾ അബോർഷൻ ചെയ്യുന്നുണ്ട്. ഈ അബോർഷൻ ചെയ്യുന്ന സോളുകൾ പോകുന്നില്ല, അതിവിടെ തന്നെ ഈ തലത്തിൽ തന്നെ നിൽക്കുന്നു. അത് ഇതുപോലെ അവരുടെ ആ ചെയ്യുന്ന ആളിലെ കുട്ടികളിൽ, പിന്നീട് വരുന്ന കുട്ടികളിലോ ഉള്ള കുട്ടികളിലോട്ടോ അത് കയറി അറ്റാച്ച് ചെയ്യുന്നു. ഇനി അടുത്ത വിഭാഗം എന്ന് പറഞ്ഞിരുന്നതാണ് ബ്ലാക്ക് മാജിക് ചെയ്ത് വിടുന്ന ശത്രുബാധകൾ. എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ദുഷ്ട ശക്തികളുണ്ട്, അവരെ വെച്ചിട്ട് ഉപാസന ചെയ്യുന്ന ആളുകൾ, നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി വിടുന്ന, അല്ലെങ്കിൽ പ്രത്യേക കാര്യസിദ്ധിക്ക് വേണ്ടി വിടുന്നതായ അതുപോലുള്ള ബ്ലാക്ക് എനർജീസ്. അതാണ് അടുത്ത സെക്ഷൻ. ഇനി ഇതെല്ലാത്തിനും പുറമെ നിങ്ങൾക്കറിയാത്തൊരു വലിയൊരു മേഖല കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ധ്യാനം ചെയ്യുന്ന ആൾക്കാർ കുറേ പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്, സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. ഈ ധ്യാനം ചെയ്ത് നമ്മളിങ്ങനെ പോകും, ആസ്ട്രൽ ട്രാവലൊക്കെ ചെയ്ത് പോകും, പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമുക്ക് വാസനാമൂർത്തി നമ്മളുടെ ഒപ്പം ഉണ്ടാവും, നമ്മളെ സംരക്ഷിക്കാനായിട്ട് എന്നാണ് ഒരു വിശ്വാസം. നമ്മൾ ഉപാസിക്കുന്ന ഒരു മൂർത്തി, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഗൈഡുകൾ, നമ്മുടെ പാസ്റ്റ് ലൈഫ് ഗുരുക്കന്മാർ, അല്ലെങ്കിൽ അതേപോലുള്ള ആളുകളെയൊക്കെ നമ്മൾ പിടിക്കണമെന്ന് പറയണത്, അല്ലെങ്കിൽ അവരെ നമ്മൾ അവിടെ കൈ പിടിച്ചിട്ട് വേണം നമ്മൾ പോകാമെന്ന് പറയും. അപ്പോൾ കൈ പിടിച്ച് പോകാത്ത ആളുകൾ, അതിലൊന്നും വലിയ താല്പര്യത്തെ ആൾക്കാരുണ്ട്. അത്തരം ആളുകൾക്കും ഇവരുടെ പ്രൊട്ടക്ഷൻ അവരറിയാതെ കിട്ടുന്നുണ്ട്. ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, ആർക്ക് ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, ഈ അസെൻഡഡ് മാസ്റ്റേഴ്സ് അവരുടെ സംരക്ഷണമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അല്ലാത്ത ചില സമയങ്ങളിൽ ഇതേപോലുള്ള ബാഹ്യമായ ചില ശക്തികൾ, അതായത് മറ്റുള്ള പ്ലാനറ്റ്സിൽ നിന്നുള്ള ചില എനർജീസ് നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ള സാധ്യത എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലേക്ക് ചേർന്ന് വന്നിട്ട് നമ്മുടെ എനർജി വലിച്ചെടുക്കും. നമ്മുടെ എനർജി മാത്രമല്ല വലിച്ചെടുക്കണം, നമ്മളുമായി ബന്ധപ്പെടുന്ന മറ്റുള്ള ആളുകൾ, സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആത്മീയമായ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശിഷ്യന്മാരുടെ അടുത്തുള്ള എനർജി, ഇതൊക്കെ വലിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. അതുകൊണ്ടാണ് ഞാനത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ധ്യാനത്തിലിരുന്നിട്ട് ആ ക്ലാസ് എടുക്കുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന എനർജീനെ ഞാൻ കണ്ടു. അത് നമ്മുടെ ഈ ലോകത്തിലുള്ള എനർജി ഒന്നുമല്ല, അത് വേറെ എവിടെ നിന്നോ വന്നേക്കുന്ന സാധനമാണ്. അത് ഇയാളെ അറ്റാച്ച് ചെയ്തിട്ട് ആ ക്ലാസ്സിൽ പങ്കെടുത്ത ഏതാണ്ട് ഒരു 700 ചില ആൾക്കാർ വെബിനാറിൽ പങ്കെടുത്തായിരുന്നു. വലിയൊരു ടീച്ചറുടെ കഥയാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. ആ എല്ലാവരുടെയും എനർജി വലിച്ചെടുത്തു. എല്ലാവർക്കും ക്ലാസ് കഴിഞ്ഞിട്ട് അതിശക്തമായ തലവേദനയും ക്ഷീണവും തളർച്ചയും ഭയങ്കരമായ ബോഡി പെയിനൊക്കെ കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ, പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, വിദേശത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അതിനകത്ത് മെഡിറ്റേഷൻ എനിക്ക് ബുദ്ധിമുട്ട് വന്നു. അതിനുശേഷം ഞാൻ അങ്ങനെയുള്ള വെബിനാറുകളിലൊന്നും, അറിയാത്ത ആൾക്കാരുടെ വെബിനാറിലൊന്നും പോയി പങ്കെടുക്കാറില്ല. അത് അറിയുന്ന ആളുടെ ഒരു മാസ്റ്ററുടെ ക്ലാസ്സിൽ തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ അതിലുള്ള അപകടം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് മറ്റുള്ള ആൾക്കാർക്കത് മനസ്സിലായിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പക്ഷേ ധ്യാനത്തിൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അത് അങ്ങോട്ടും ഇവിടെയൊക്കെ ഷെയർ ചെയ്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായത്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ഈ എനർജീസ് നമ്മളെ അറ്റാക്ക് ചെയ്യാം. പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ തോട്ട് പാറ്റേൺസ്, നെഗറ്റീവായിട്ടുള്ള തോട്ട് ആൻഡ് ഫീലിങ്സ്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, അതും നെഗറ്റീവ് എനർജിയുടെ ഫോമിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാം. മറ്റുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നത് നിങ്ങളിലേക്ക് വരാം. അതും വേണമെങ്കിൽ സംഭവിക്കാം.
പിന്നെ ഇനി നിങ്ങൾ ഒരു ഏതെങ്കിലും സ്ഥലത്ത് അറിയാത്തൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞിരിക്കുന്ന ഒരു വീട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തിലോട്ടൊക്കെ നിങ്ങൾ അറിയാത്ത സ്ഥലങ്ങളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വല്ല എനർജീസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തേക്ക് ചാടിക്കയറി അറ്റാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാടുണ്ട്. ഞാനൊരു കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള എനർജീസ് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് കയറണം എന്നുള്ളതാണ്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യരാണ്, നിങ്ങൾ മെൻ്റലി എമോഷണലി നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് ഇതിന് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അവർ വന്ന് നമ്മുടെ പുറത്ത് ഓരയുടെ വെളിയിൽ വന്ന് നിൽക്കും കയറാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ 1 2 അല്ലെങ്കിൽ പല എനർജീസും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കറക്റ്റ് പാതയിൽ നിൽക്കുകയാണെങ്കിൽ ഈ ബാധ പോലും ശത്രുബാധ പോലും പുറത്തവിടെ നിൽക്കും, കയറാൻ പറ്റില്ല. പക്ഷേ സൂചനകൾ കാണിക്കും, നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മൂളുന്ന പോലുള്ള സൂചനകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ എമോഷണലി ഡ്രെയിൻ ആവുന്നു അല്ലെങ്കിൽ മെൻ്റലി ഡ്രെയിൻ ആവുന്ന സമയത്ത്, ടയേർഡാവുന്ന സമയത്ത്, നിങ്ങളുടെ ചക്രാസും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാത്ത സമയത്ത്, പെട്ടെന്ന് നിങ്ങൾക്കൊരു ഭയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്ത്, അതുപോലുള്ള ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ ഇവൻ ചാടി നിങ്ങളുടെ ഈ സോളാർ പ്ലെക്സസിലൂടെ ഇവൻ പ്രവേശിക്കും. കൂടുതലും അങ്ങനെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കണത്, കണ്ടേക്കണം. അങ്ങനെയാണ്. വേറെ ചക്രകളിലൂടെയും കയറുന്നുണ്ടാവാം, എനിക്കതിനെ പറ്റി കൂടുതൽ അറിഞ്ഞൂടാ. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്, സോളാർ പ്ലെക്സിലൂടെയാണ് ഇത് കയറുന്നതായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവരെവിടെയെങ്കിലും നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ചെയ്യുക. പല ശക്തികളും അല്ലെങ്കിൽ പല ബാധകളും പല സ്ഥലങ്ങളിൽ പോയിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ മിക്കവാറും ഞാൻ കണ്ടേക്കണത് ഈ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ആണ് ഈ സാധനം കൂടുതലും അറ്റാച്ച് ചെയ്തിരിക്കുക. അതിങ്ങനെ ഒന്ന് പിടിച്ചിങ്ങനെ ഇരിക്കും. ഈ സാധനം ഒരു പാരസൈറ്റിൻ്റെ പോലെ നമ്മുടെ എക്സ്റ്റേണലി ആസ്ട്രൽ ലെവലിലാണ് അത് എനർജി ബോഡിയിലായിട്ടാണ് ഇരിക്കുക. പിന്നെ വയറിലേക്ക് അവൻ അറ്റാച്ച് ചെയ്യും. എന്ന് വെച്ചാൽ അതിൻ്റെ എനർജി എടുക്കുന്നത് നമ്മുടെ ഉദരത്തിൽ നിന്നാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യാസ്ട്രിക് ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവും. അതിന് കാരണമുണ്ട്. നമ്മളുടെ ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. നിങ്ങൾ ശാസ്ത്രീയമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ വിമർശിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കും. എന്നെ വിമർശിക്കാനോ ട്രോളാനോ ആരും പറയണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല. അത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൊരു വഴി തെളിഞ്ഞു കിട്ടുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഒരുപാട് വർഷത്തെ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്യാസ്ട്രിക് ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവാം. അതേപോലെ തന്നെ ഈ കണ്ണിൻ്റെ അകത്ത് ഒരു പുകച്ചിൽ, ഒരു ചൂട് പോലുള്ളൊരു ഫീലിംഗ് അതുണ്ടാവും. കണ്ണ് ഇങ്ങനെ സ്ട്രെയിൻ പോലെ, കണ്ണിങ്ങനെ തുറക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും അടക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുള്ള ഒരവസ്ഥ. പിന്നെ ഒരു മടി, ഒരു ആലസ്യം, ഒന്നും ചെയ്യാനുള്ളൊരു മൈൻഡില്ലാത്തൊരവസ്ഥ. അതേപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് പിന്നെ ആവട്ടെ, അല്ല ഒരു ഉഷാറില്ലായ്മ, നമ്മളെ എല്ലാത്തിൽ നിന്ന് പിടിച്ച് വലിക്കുന്ന പോലെ ഫീലിംഗ്. അതിപ്പോൾ വേണ്ട, ഇതിപ്പോൾ ചെയ്യണ്ട, അങ്ങനെയുള്ള ഫീലിങ്ങുകൾ. മെഡിറ്റേഷനോ ധ്യാനമോ ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കില്ല. അപ്പോൾ അത് പിന്നെ ആവട്ടെ, ഇന്ന് വേണ്ട, കിടന്നുറങ്ങാൻ വരും, ഉറക്കം വരും. അമ്പലത്തിലേക്ക് പോകാൻ സമ്മതിക്കില്ല, പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല. ഇതൊക്കെയാണ് ഇവരുടെ പണി. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ല. വിളക്കത്തിക്കാൻ സമ്മതിക്കില്ല. വിളക്കത്തിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അയ്യോ വേണ്ട, ഒരു മടുപ്പ് തോന്നുമ്പോൾ നമ്മളവിടെ വെച്ചിട്ട് പോയിക്കളയും. അപ്പോൾ അതേപോലുള്ള സംഭവങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇടത് ഭാഗത്ത്, ഇപ്പോൾ എനിക്ക് കൂടുതലും ഫീൽ ചെയ്യാറുള്ളത് ഇടത്തെ കാലിനാണ്. എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ ഭയങ്കരമായ പുകച്ചിൽ വേദനയൊക്കെ ഈ നെഗറ്റീവിനെ എടുക്കുന്ന സമയത്ത് ഞാൻ ഹീലിംഗ് ചെയ്യുമ്പോൾ, മഹാകാളി ഹീലിംഗ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കാലിന് എപ്പോഴും ഭയങ്കര പെയിനാണ്. അപ്പോൾ ഇടത്തെ കാലിൽ കൂടി ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്ത് താഴേക്ക് പോകും. പക്ഷേ ഹീലിംഗ് കഴിഞ്ഞാലും ഈ വേദനയുടെ കാലിൽ നിന്ന് പോകാറില്ല. ഞാൻ ഇത് വീഡിയോയിലൊന്നും പറയാറില്ല. ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്കുണ്ടാവണ ബുദ്ധിമുട്ടുകൾ, ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് ഈ നെഗറ്റീവ് എനർജി എന്നിലൂടെ കയറി വരുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ദുരിതങ്ങൾ എന്നിലൂടെ കയറി വരുന്നതുകൊണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് കാലിന് വേദന, നടുവേദന, പുറം വേദന, ഇതെല്ലാം ഉണ്ടാവും. കൈവേദന, കൈക്ക് ഭാരം, ഭയങ്കര ഹെവിനെസ്, ബോഡിക്ക് ഭയങ്കര ഭാരം. നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ 50 കിലോ അല്ലെങ്കിൽ 100 കിലോൻ്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ കഴുത്തിങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിക്കാൻ നമുക്ക് പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാവും, അതുണ്ടാവും. പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ വേറൊരു രസകരമായ പരിപാടി ഇവരുടെ ചൊറിച്ചിൽ. അതായത് നമ്മൾ കൊതുക് അടിക്കുന്ന പോലെ രാത്രി കിടന്നുറങ്ങി കഴിയുമ്പോൾ നമുക്ക് കൊതുക് കുത്തുന്ന പോലെ തോന്നും. ഇങ്ങനെ സൂചി കൊണ്ട് ഇങ്ങനെ കുത്തുന്ന പോലെ. അത് കയ്യിലുണ്ടാവും, കാലിലുണ്ടാവും,
നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുണ്ടാവും, പുറത്തും ഉണ്ടാവും. ചിലപ്പോൾ ഫേസിൽ ഇങ്ങനെ ഇഴയുന്ന പോലെ, ചൊറിയുന്ന പോലെ, ഇങ്ങനെ എന്താ ഇഴഞ്ഞു കിടക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ബോഡിയിലും എന്തെങ്കിലും ഇഴയണ പോലെ തോന്നും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കും വല്ലോ ഇഴയണമാണ്, വല്ലോ പാറ്റേ ഉറുമ്പ വല്ല കിടന്ന് വിചാരിക്കും കിടന്നുറങ്ങുമ്പോൾ. പുതച്ചു മൂടി കിടന്നാൽ പോലും നിങ്ങൾ കൊതുക് കുത്തുന്ന ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ അനുഭവം ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇതെല്ലാം അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയണത് ഇതെല്ലാം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ അതിൽ കൂടി കടന്നു വന്ന ആൾക്കാർ, ഒരുപാട് ശത്രുബാധകൾ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിൽ കൂടി കയറി വന്ന ആളാണ് ഞാൻ. ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന പണി അങ്ങനത്തെ പണിയാണ്. ഈ വരുന്ന ആൾക്കാരുടെ മുഴുവൻ നെഗറ്റീവിൽ കൈയിട്ട് വാരി അതിനകത്ത് മാറ്റലും പിടിക്കലും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു അംശം എനിക്ക് കിട്ടാറുണ്ട്. അതിൽ കൂടി തന്നെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ഈ ചില വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, സോൾ റിലീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് രാത്രി മര്യാദയ്ക്ക് എടുത്ത് ഉറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ചെറുതായിട്ട്. അത് ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോഴേക്കും വിട്ടുപോവുക. അതുപോലെ തന്നെ ഈ നമ്മുടെ കൈയിൻ്റെ വിരലുകൾ, ഈ വിരലുകൾക്കൊക്കെ ഭയങ്കര പെയിൻ വരും. ഇങ്ങനെ ഭയങ്കര വേദന വരും, കഴയ്ക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ഒരു പുകച്ചിൽ, മൊത്തത്തിലൊരു പുകയുന്ന പോലെ ഫീലിങ്, തലയുടെ പുറകിൽ ഇവിടെ ഒരു വേദന, തലക്ക് ഭാരം, സംഭ്രമം, ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഒരു കല്ല് കയറ്റി വെച്ചുള്ള ഫീലിങ്. ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ഓർമ്മയെന്ന് പറയുന്നതാണ് ഞാനിതെല്ലാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിങ്ങനെ ഓർമ്മയെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇത് കൂടാണ്ടും വേറെയും എക്സ്പീരിയൻസുകളുണ്ട്. അത് നിങ്ങളുടെ കർമ്മരംഗത്തിൽ ഉള്ള പരാജയങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താലും നിങ്ങൾ വിജയിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ തകർന്നു പോകും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഒന്നും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്താലും പരാജയമായിരിക്കും. അത് ബാധകൾ എല്ലായിടത്തും കയറി പ്രവർത്തിക്കും. എല്ലാ മേഖലകളിലും കർമ്മരംഗത്തിൽ കയറി പ്രവർത്തിക്കും, ആരോഗ്യത്തിൻ്റെ കയറി പിടിക്കും. അതുപോലെ നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഓർഗൻസിനെ കയറി പിടിക്കുന്നു, രോഗങ്ങളുണ്ടാക്കുന്നു, പല അസുഖങ്ങളുണ്ടാക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്ന ആളിൽ ചിരിക്കും, പുച്ഛിക്കും. അപ്പോൾ ആ പുച്ഛം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗിയായിട്ട് നടക്കാം, ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ. അത്രേ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഹീൽ ചെയ്ത് ആളുകൾ മാറ്റുന്ന ആളുകളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തു പോയേക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ തനിയെ മാറ്റും. കാരണം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു നിർണായകമായ പങ്ക് ഈ നെഗറ്റീവായിട്ടുള്ള എനർജീസ്, ബാധകൾ, ആത്മാക്കൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അത് നോക്കിയും കണ്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അത് പ്രോപ്പറായ രീതിയിൽ അത് ഇറക്കിക്കളയാൻ അറിയാവുന്ന ആളുകൾ, അവരുടെ അടുത്ത് പോയിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൈസ പോലല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കില്ല. സ്വന്തമായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് ഇതിനെ മാറ്റാൻ സാധിക്കും. അതിനുള്ള വിദ്യകൾ നമ്മുടെ പഴയ വീഡിയോസിലുണ്ട്. വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഒന്നുകൂടി പറഞ്ഞുതരാം, കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്ത് പറയാം. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, ഞാൻ ഒന്നുകൂടി പറയാം, സന്തോഷമുള്ളൂ. കാരണം എനിക്കറിയാവുന്ന ടോപ്പിക്കിനെ പറ്റി ഞാൻ ഫ്ലുവൻ്റായിട്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റും. അറിയാത്തൊരു ടോപ്പിക്ക് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഫ്ലുവൻ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ നിരവധി പ്രാവശ്യം പല വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പുതിയതായിട്ടൊന്നുമില്ല, പഴയത് തന്നെയാണ്. അപ്പോൾ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ പുതിയ കുറേ ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയണമെന്ന് ചെയ്യുന്ന കാര്യം, ഈ അബോർഷൻ ചെയ്ത സോളുകൾ കേസ് ഇപ്പോഴും നമ്മുടെ ഹീലിങ്ങിന് വന്നിട്ടുണ്ട്. അത് അതിൻ്റെ കൂടെ ബാധകളും ഒക്കെ ആയിട്ട് അത് നിങ്ങളുടെ കുട്ടികളാണ്, അല്ലെങ്കിൽ അബോർഷൻ ചെയ്ത അമ്മമാരുണ്ടെങ്കിൽ അവരെ കുട്ടികളാണ് കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ വേറെ ശത്രുബാധ എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ സ്വന്തം ബാധയാണ്. നിങ്ങൾ സ്വന്തം കുട്ടിയെ അബോർട്ട് ചെയ്ത് നിങ്ങൾ ബാധയാക്കിയാണ്, നിങ്ങൾ തന്നെ ആക്കിയതാണ്. ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അതിൽ നിന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. കുട്ടികളെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ശത്രുബാധ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സോൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനത്തെ വിഷയങ്ങൾ, പ്രേതങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്കുണ്ടാകുന്നൊരു വേറെ പ്രശ്നമുണ്ട്. അത് ഈ ബ്ലീഡിങ് ഭയങ്കരമായിട്ടുണ്ടാവും. അവരുടെ ഈ പീരീഡ് സമയത്തൊക്കെ ബ്ലീഡിങ് നിൽക്കത്തില്ല. അത് ഞാൻ ഹീൽ ചെയ്ത് കൊടുത്ത ഒരു 4-5 പേർക്ക് അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ ഒരു വർക്ക് ചെയ്തതിന് അവരാദ്യം ചെയ്ത സമയത്ത് പറഞ്ഞ വ്യത്യാസമൊന്നുമില്ലയെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മയാണ് ഏൽപ്പിച്ചത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഭയങ്കരമായ മാറ്റം, ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായില്ല. അത് നിന്നുപോയി, അല്ലെങ്കിൽ ആ കുഴപ്പമൊന്നും സംഭവിക്കാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആ പീരീഡ് സമയത്ത് അത് നോർമലായ രീതിയിലേക്ക് വന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. കേട്ടോ അവർ എന്നിട്ട് അവരുടെ ഫാമിലി മൊത്തം വന്നിട്ട് അവർ ചെയ്തിട്ട് പോയി. അവർ അച്ഛനമ്മ ഒരു മകൻ 4 പേര് ആ വീട്ടിൽ ചെയ്തു, ഒരു ഫാമിലിയിലുള്ളത്. അപ്പോൾ എന്തായാലും ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതേപോലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതായ പല പല പ്രശ്നങ്ങൾക്കും ഈ നെഗറ്റീവ് എനർജി ഒരു കാരണക്കാരനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം നിങ്ങൾ നോർമലാണെന്ന് വിചാരിക്കരുത്. പിന്നെ അമിതമായ ഗ്യാസ്, ഭയങ്കര ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാസ് വന്ന് വയറ് നിറഞ്ഞ് 4 ഭാഗത്തേക്ക് നമ്മുടെ ബോഡിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറിയിട്ട് ഇതോടൊപ്പം തന്നെ നീർക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നീർക്കെട്ടുണ്ടാകുന്നത് ഞാൻ നോട്ട് ചെയ്തേക്കണത് ഈ സോളിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവും. ശത്രുബാധ സാധാരണ ആൾക്കാർ പടച്ചു വിടുന്ന ബാധകൾ വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല, സോൾ ഉണ്ടാകുമ്പോഴാണ്. ഇതേ പ്രശ്നം ഞാൻ ഈ സോൾ ഹീലിംഗ് ചെയ്യുമ്പോൾ, സോൾ ഹീലിങ്ങിന് ഞാൻ ബാധ ഹീലിങ്ങിനേക്കാളും ചാർജ് കൂടുതലാണ് വാങ്ങുന്നത്. അത് പലരും ചോദിക്കാറുണ്ട്, സാറേ എത്രയും ചാർജ് സാർ മേടിക്കുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സോൾ ഹീലിംഗ് ചെയ്തു, 2 ദിവസം മുന്നോട്ടും ചെയ്തു. അത് ചെയ്തിട്ട് എൻ്റെ ശരീരത്തിൽ ഈ കഴുത്തിലും ഈ പുറത്തൊക്കെ ഭയങ്കരമായ നീർക്കെട്ട് എൻ്റെ ശരീരത്തിൽ വന്നു. വാസം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ അതിന് ഫുള്ളി റിക്കവർ ആയിട്ടില്ല. ഇപ്പോൾ 2 ദിവസമായി. വർക്കുകളെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്ത്, അതായത് ചെയ്യാൻ പറ്റണില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല നല്ല എനർജി വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ബോഡിയിൽ അങ്ങനത്തെ ചില ഇഷ്യൂസ് എനിക്ക് വന്നായിരുന്നു. അത് സ്ഥായിയായിട്ട് ഇതേപോലെ അമിതവണ്ണം, അതായത് ഈ സോളിരുന്ന് കഴിഞ്ഞാൽ അമിതമായ വണ്ണം ഒരിക്കുള്ളൂ. ഭയങ്കരമായിട്ട് ചീർത്തിങ്ങനെ വരും നമ്മൾ, അതായത് സ്ഥായിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ചീർമത, എപ്പോഴും ഭയങ്കരമായ ഗ്യാസിൻ്റെ ഇഷ്യൂ, നീർക്കെട്ട്, ഈ 2 കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, സോളിൻ്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പ്രശ്നം വെച്ച് നോക്കുക. അല്ലെങ്കിൽ തൈറോയ്ഡ് റീഡിങ് ചെയ്യുക, അസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് പോയി നോക്കുക. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ഇതുകൊണ്ടുണ്ടാകുന്നൊരു വിഷയം കൂടിയാണ്. ഒരു കാരണമാണ് ഞാൻ പറയണത്. വേറെയും കാരണങ്ങൾ മെഡിക്കൽ സയൻസിൽ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതൊരു റീസണാണ്. അപ്പോൾ അത് നിങ്ങൾ തള്ളിക്കളയാതെ നോക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.